CBI അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന്റെ പത്നിയുടെ ആഗ്രഹം അതുതന്നെയാണ്. കാര്യം CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കാൻ തയ്യാറാകണം. കൃത്യമായ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് CBI ഉണ്ടായാലേ അവരുടെ അന്വേഷണം കൊണ്ടേ സാധിക്കുകയുള്ളൂ. SIT എന്നൊക്കെ പറയുന്ന ഒരു തട്ടിക്കൂട്ട് സംഘടനയാണ്. അവിടെ കളക്ടറെ ചോദ്യം ചെയ്യുവാനായിട്ടൊരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് അവർ നിയമിച്ചേക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും IAS-കാരനായ ഒരാളെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥന്റെ റാങ്കിലുള്ള ഒരാളെ അത് ചെയ്തില്ല എങ്കിൽ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു കൃത്യത ലഭിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എല്ലാ നേതാക്കന്മാരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാക്കന്മാരും കേന്ദ്രത്തിന്റെ കക്ഷികളുമൊക്കെ എല്ലാ നേതാക്കന്മാരും ഇവിടെ വരുന്നു പോകുന്നു. പക്ഷേ ആ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നഗ്നമായ സത്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത ശക്തികളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രസ്ഥാനം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനുവേണ്ടി എന്തു ചെയ്യുന്നതിന് തയ്യാറാണ്. അതിനുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് പോകും. ബഹുമാന്യനായ KPC പ്രസിഡന്റ് ശ്രീ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുമൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CBI അന്വേഷണത്തിനോട് ജനത്തിന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സംഭവത്തിൽ CBI അന്വേഷിക്കണമെന്ന് ആണ് കോൺഗ്രസിന്റെ അഭിപ്രായം. പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷണം, അത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. CBI തന്നെ അന്വേഷിക്കണം. അല്ല, പല ഇതുപോലുള്ള സംഭവങ്ങളിലും സർക്കാർ ആദ്യം ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയും പിന്നീട് അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഇതിനകത്ത് അവരുടെ പാർട്ടിയുടെ ഇന്ന നേതാവ് പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് CBI അന്വേഷണം നടന്നാൽ ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ സംഗതികൾ പുറത്തു വരുമെന്നുള്ളതുകൊണ്ട് ഭയം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള നിലപാടെടുത്തിരിക്കുന്നത്. CBI അന്വേഷണം ഉറപ്പായിട്ട് വേണം. കാര്യം കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ, ജനങ്ങൾ മുഴുവനും നാട്ടുകാർ മുഴുവൻ ആവശ്യപ്പെട്ടിരിക്കുക. പിന്നെന്താണ് സർക്കാർ പുറകോട്ട് പോകുന്നത്? ഇതാണ് നമ്മുടെ അഭിപ്രായം, പാർട്ടിയുടെ വ്യക്തമായ അഭിപ്രായം. ഈ പത്തനംതിട്ട ജില്ലയിലെ ഭൂരിപക്ഷം ജനങ്ങളും CBI അന്വേഷണം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് തടസ്സം നിൽക്കുന്നത് എന്താണെന്ന്, എന്തുകൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നതാണ് അറിയേണ്ടത്. അതെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കൃത്യമാണെന്ന് അവർ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. കൃത്യമാണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് മുമ്പ് പറഞ്ഞവരൊക്കെ പറഞ്ഞില്ലേ, ആ പോലീസ് അന്വേഷണം ആ പിണറായിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അല്ലേ നടത്തുന്നത്. ആ പോലീസ് അന്വേഷണം കൊണ്ട് ഒന്നും ആവില്ല. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ സഹധർമ്മിണി പറയുന്നുണ്ട്, കോന്നി തഹസിൽദാർ പറയുന്നുണ്ട് CBI അന്വേഷണം വേണമെന്ന്. ഞങ്ങളും കോന്നിയിലെ നാട്ടുകാരും അതിനൊപ്പമാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീം വരണം, കേസിലെ അന്വേഷണം നടത്തണം. സത്യസന്ധമായി ഈ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് ആവശ്യം. ബന്ധുമിത്രാദികളെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇൻക്വസ്റ്റ് നടത്തിയത്? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. അത് എവിടെയാണ്? അത് അന്വേഷിക്കണം. പലതും DTT പോയി കാണും. സത്യസന്ധമായ അന്വേഷണം നടത്തണമെങ്കിൽ കുടുംബം ആവശ്യപ്പെടുന്ന കുടുംബത്തോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാട്ടുകാരും. സർക്കാരല്ലേ പറയുന്നത്? സർക്കാർ പറയുന്നു അന്വേഷണം തൃപ്തികരമാണെന്ന്. ജനങ്ങളുടെ മാൻഡേറ്റോടെ നോക്കണമല്ലോ. ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും കുടുംബത്തിനാണല്ലോ നഷ്ടമായത്. അപ്പം കുടുംബം പറയുന്നതിനോടൊപ്പം അന്വേഷണം നടത്തട്ടെ, അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. അതാണ് സത്യസന്ധമായ അന്വേഷണം വേണം എന്നുള്ളതാണ് നാളിതുവരെയുള്ളത്. കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് ഇതിന്റെ ഇൻക്വസ്റ്റ് നടത്തില്ല, ബന്ധുമിത്രാദികളെ ഒഴിവാക്കിയത്, വലിയൊരു സംശയം അതിനകത്ത് നിൽക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥമായ അന്വേഷണത്തിന് CBI തന്നെ വരണം. യഥാർത്ഥത്തിൽ CBI അന്വേഷണം തന്നെ അനിവാര്യമാണ്. കാരണം ഇതുപോലൊരു ലോക മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം കേരളത്തിലെയല്ല, ലോകത്ത് എല്ലാ മലയാളികളെയും ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ്. ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് തന്നെ ദുരൂഹതയാണ്. കാരണം അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ആരും തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതും പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിലൊക്കെ വലിയ നിഗൂഢതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് തലത്തിലൊരു അന്വേഷണം ഇപ്പം ഇല്ല എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് CBI തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. CBIക്ക് അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ മാത്രമേ ഈ ADM നവീൻ ബാബുവിന്റെ മരണം നല്ല രീതിയിൽ അതിന്റെ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്
ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ഞങ്ങളുടെ പാർട്ടിയുടെയും പൊതുസമൂഹത്തിന്റെയും എല്ലാം ആവശ്യം. സാധാരണ ജനത്തിന്റെ മനസ്സിലുള്ളത് സ്വാഭാവികമായിട്ടും ഇതിലൊത്തിരി നിഗൂഢതയുണ്ട്. പോസ്റ്റ്മോർട്ടം ധൃതി വെച്ച് നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് CBI അന്വേഷണം അല്ലാതെ വേറൊരു സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഏത് അന്വേഷണവും അട്ടിമറിക്കപ്പെടുമെന്നാണ് സാധാരണ ജനത്തിന്റെ അതെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അന്വേഷണം നേരായ വഴിക്ക് പോകും, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ ജനത്തിന്റെ അഭിപ്രായം. CBI അന്വേഷണം വേണ്ടെന്ന് ഗവൺമെന്റ് പറയുന്നതിൽ എന്തോ കള്ളക്കളിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും CBI അന്വേഷിക്കണം, അതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് അഭിപ്രായം.